ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. CPO WCPO 2025 പരീക്ഷ ഇതാ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാറി അല്ലേ? മാറിയ സിലബസ് അറ്റ് PYQ എന്നതാണ് നമ്മുടെ ടോപ്പിക്. അതായത് മാറിയ സിലബസിനെ അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളിൽ കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിലബസ് ഇപ്പൊ മാറിയതേ ഉള്ളൂ. ഇതേ കണ്ടന്റിലെ ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെ മാറിയ സിലബസുമായി ബന്ധപ്പെടുത്താം എന്ന കാര്യമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പരിശോധിക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ, ഇതും നിർവചനം എന്ന ഭാഗത്തു നിന്ന് തന്നെ വരുന്നൊരു ചോദ്യമാണ്. നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. നിർവചനങ്ങളിൽ കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളുണ്ട്. കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ വ്യത്യാസം ഒറ്റ വരി ഓർത്തിരിക്കണം. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഈസ് കൊഗ്നൈസബിൾ only arrest with warrant, അല്ലെങ്കിൽ അറസ്റ്റ് only with warrant അത് നോൺ കൊഗ്നൈസബിളുമാണ്. അതായത് പോലീസിന് ഒരാളെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുക. അപ്പൊ എന്തായിരിക്കും നോൺ കൊഗ്നൈസബിൾ? വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് വായിച്ചിട്ട് നമുക്ക് ഈ കൺസെപ്റ്റിലേക്ക് എത്താം. അപ്പൊ നോൺ കൊഗ്നൈസബിളിന്റെ അർത്ഥം എന്തെന്നാണ് ചോദ്യം. കണ്ടോ, ഒന്ന് കണ്ടോ. വാറണ്ട് ഇല്ലാതെ ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ്. ഓപ്ഷൻ ബി, വാറണ്ട് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റകൃത്യമാണ്. ഓപ്ഷൻ സി, വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. ഓപ്ഷൻ ഡി, ഔദ്യോഗിക സ്ഥിതി വിവരക്കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. ഇവിടുത്തെ ശരി ഉത്തരം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. എന്തുകൊണ്ട് ഓപ്ഷൻ ബി മാത്രം ശരിയായി? വാറണ്ട് ഇല്ലാതെ പോലീസിന് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ കൊഗ്നൈസബിൾ. അറസ്റ്റ് വിത്ത് വാറണ്ട്, ഒൺലി അറസ്റ്റ് വിത്ത് വാറണ്ട് ആണ് നോൺ കൊഗ്നൈസബിൾ. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ആണെങ്കിൽ കൊഗ്നൈസബിളും ആണെന്ന്. നമുക്കിതിന്റെ ഒന്ന് വിശദീകരണത്തിലേക്ക് പോകാം. BNSSന്റെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 2 ഏത് വകുപ്പിലാണ് കൊഗ്നൈസബിളും നോൺ കൊഗ്നൈസബിളും പറയുന്നത്? നോക്കുക, 2G ആണ് എന്ന് പറയുന്നത് കൊഗ്നൈസബിൾ, 2O ആണ് നോൺ കൊഗ്നൈസബിൾ. 2G കൊഗ്നൈസബിൾ, 2O നോൺ കൊഗ്നൈസബിൾ. കൊഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ എന്ത്? നോക്കുക, ഇതൊരു കുറ്റകൃത്യമാണ്. കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു കടുത്ത കുറ്റകൃത്യം തന്നെയാണ്. കൊഗ്നൈസബിൾ കേസ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന് ഈ നിയമത്തിലെ 1-ാം ഷെഡ്യൂളിൽ അനുസരിച്ചോ അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ കുറ്റകരമായി പ്രതിപാദിക്കുന്നതോ ആയിട്ടുള്ള ഒരു കുറ്റത്തിന്മേൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള കേസിനെയാണ് കൊഗ്നൈസബിൾ ഒഫൻസ്, കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കുത്തിക്കൊന്നിട്ട് കത്തി വലിച്ചൂരി നിൽക്കുകയാണ്. പോലീസ് ഓടി അയാളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളിവിടെ നിൽക്കണേ, ഞാൻ കോടതിയിൽ പോയിട്ട് വാറണ്ട് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറയാൻ പറ്റുമോ? അയാൾ നിൽക്കണമെന്നില്ല. അപ്പോ ഇത്തരം ചില കുറ്റകൃത്യങ്ങൾ പോലീസിന് എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രഖ്യാപിത കുറ്റവാളി, മനസ്സിലാവുന്നുണ്ടോ? സുകുമാരക്കുറുപ്പിനെ പോലെ ഇതുവരെയും പിടികിട്ടാത്ത ഒരു കുറ്റവാളി നമ്മൾ നോക്കാൻ നേരത്ത് ചായക്കടയിൽ ഇരിക്കുന്നു. അയാൾ എന്ത് ചെയ്യും? അപ്പോഴേ പോലീസിന് വന്നിട്ട് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യാം. ജയിൽ ചാടിയ ഒരു പ്രതി, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ പോലീസ് എന്ത് ചെയ്യും? നമ്മൾ അതിനെക്കുറിച്ച് വിശാലമായിട്ട് അറസ്റ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പിന്നീട് അത് പഠിക്കും. തൽക്കാലം കൊഗ്നൈസബിൾ കേസിന്റെ നിർവചനം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. എന്താണ് കൊഗ്നൈസബിൾ ഒഫൻസ്? ഒറ്റ വരി, അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. വാറണ്ട് ഇല്ലാതെ തന്നെ, വാറണ്ടോ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോ ഇല്ലാതെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നൈസബിൾ. പറയുന്ന വകുപ്പ് പഠിച്ചല്ലോ, 2G ആണ് കൊഗ്നൈസബിൾ അല്ലേ?
അങ്ങനെയെങ്കിൽ എന്താണോ നോൺ കൊഗ്നൈസബിൾ? നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡം നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ രണ്ട് ഓയിലാണ് നോൺ കൊഗ്നൈസബിൾ പറയുന്നത്. എന്താ പറയുക? ഒരു വ്യക്തിക്ക് അല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ടോടുകൂടി മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ പറയാം, വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസുകളെ വിളിക്കുന്ന പേരാണ് നോൺ കൊഗ്നൈസബിൾ. അപ്പൊ എന്താ നോൺ കൊഗ്നൈസബിൾ? നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ കുറ്റകൃത്യം എന്നാൽ ഒരു കുറ്റകൃത്യം എന്നതാണ്, ഒരു കുറ്റകൃത്യം തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസ്. കണ്ടോ? വാറണ്ട് ഇല്ലാതെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസിനെയാണ് എന്ത് വിളിക്കുക? നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, then നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ എന്ന പദത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ എന്ത്? അല്ലെങ്കിൽ അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ എന്ത്? ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങളുടെ നിർവചനം നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ഒന്ന്, പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നിയോഗിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർവഹിക്കേണ്ട ഒരു കേസിന്റെ തെളിവിലേക്കായി നടത്തുന്ന പ്രാരംഭ നടപടിയെ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുക. ഒരു കാരണവശാലും ഒരു മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് എല്ലായ്പ്പോഴും ആരാണ്? മിക്കവാറും പോലീസ് തന്നെ, അല്ലെങ്കിൽ കോടതി നിയോഗിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, FIR സമർപ്പിക്കുന്നുവെങ്കിലും FIRന് സാധാരണഗതിയിൽ കോടതിയിൽ ഒരു കടലാസിന്റെ വില മാത്രമാണ് ഉള്ളത്. കോടതി ഒരു കേസിൽ ആദ്യം മുതൽ വീണ്ടും തെളിവെടുക്കുകയും തെളിവ് ശേഖരിക്കുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇപ്രകാരം കോടതി നടത്തുന്ന അന്വേഷണത്തിനെ വിളിക്കുന്ന പേര് ഇൻക്വയറി എന്നാണ്. ഇൻക്വയറി എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇൻവെസ്റ്റിഗേഷൻ എന്ന പദത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ നോക്കുക. ഒരു ജുഡീഷ്യൽ അന്വേഷണങ്ങൾ മാത്രം. തെറ്റാണെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലായി അല്ലെ? ജുഡീഷ്യൽ അന്വേഷണം അല്ല. പിന്നെയോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അംഗീകൃത വ്യക്തിക്കോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങൾ ശരിയാണ്. ഇനി വേറെയും ശരികളുണ്ടോ നോക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഏതെങ്കിലും സർവേ അല്ലേ? അല്ല. പിന്നെയോ, സർവകലാശാലകൾ നടത്തുന്ന ഗവേഷണം അല്ലേ? അല്ല. അപ്പൊ ഇവിടെ ഓർത്തിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ശരി ഉത്തരം ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി മാത്രം. ഓപ്ഷൻ ബി മാത്രമാണ് ശരി ഉത്തരം. എന്ന് പറഞ്ഞ് എന്ത് പറയാം നമുക്ക്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അംഗീകൃത വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കാനായി ഉള്ള നടപടിക്രമത്തെയാണ് എന്ത് വിളിക്കുക? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. എന്ത് വിളിക്കുക? ഇൻവെസ്റ്റിഗേഷൻ അഥവാ അന്വേഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞ് ക്ലിയർ അല്ലേ? അന്വേഷണം. യെസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പൊ നോക്കുക, ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ രണ്ടും എവിടെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്വയറി അഥവാ കോടതിയുടെ അന്വേഷണം പ്രതിപാദിക്കുന്നത് 2Kയിലാണ്. 2K സെക്ഷൻ 2K എന്ന നിർവചനത്തിൽ പറയുന്നു. എന്ത് പറയുന്നു? അന്വേഷണം, ഇൻക്വയറി. എന്താണ് അന്വേഷണം? അന്വേഷണം എന്നാൽ ഈ സംഹിത പ്രകാരം അല്ലെങ്കിൽ BNSS പ്രകാരം എന്താണ് അന്വേഷണം? ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന വിചാരണ ഒഴികെയുള്ള, ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന വിചാരണ ഒഴികെയുള്ള എല്ലാ അന്വേഷണവും എന്നാണ് അർത്ഥമാക്കുക. ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന വിചാരണ ഒഴികെ, ട്രയൽ, ഓൾ ദി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് അതർ ദാൻ ട്രയൽ, ട്രയൽ ഒഴികെയുള്ള കോടതിയുടെ മറ്റെല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തെയും എന്ത് വിളിക്കാം? നമുക്ക് ഇൻക്വയറി എന്നാണ് വിളിക്കുക. ഇൻക്വയറി. അപ്പൊ എന്താ ഇൻക്വയറി എന്ന് പറഞ്ഞേ? ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന വിചാരണ ഒഴികെയുള്ള എല്ലാ അന്വേഷണവും എന്നാണ് ഇൻക്വയറി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഓർക്കുക. അടുത്തത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? നോക്കുക. ഇൻവെസ്റ്റിഗേഷൻ എന്നതിൽ ഈ നിയമസംഹിത പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇതിനായി ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ ഒരു മജിസ്ട്രേറ്റ് ഒഴികെ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള എല്ലാ നടപടികളെയും ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 2L, 2L ആണ്. അപ്പൊ 2 ഏതായിരുന്നു? ഇൻക്വയറി. 2K ഇൻക്വയറി, 2L ഇൻവെസ്റ്റിഗേഷൻ, 2K ഇൻക്വയറി, 2L ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേകത എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇതിനായി
മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള എല്ലാത്തരം നടപടികൾ എന്ത് വിളിക്കുക? ഇൻവെസ്റ്റിഗേഷൻ. ഒരു കേസിന്റെ തെളിവിലേക്കായി പോലീസ് നടത്തുന്ന ആദ്യ നടപടി, പ്രാരംഭ നടപടിയാണ് എന്ത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന കാര്യവും നമ്മളവിടെ ഓർത്തിരിക്കുമല്ലോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോ സെക്ഷൻ 2 പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്നാണ് 2C, ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. എന്താണ് ബെയിലബിൾ, എന്താണ് നോൺ ബെയിലബിൾ എന്ന് ചോദിച്ചാൽ, ഈ BNSSലെ തന്നെ ഷെഡ്യൂൾ 1 കുറ്റകരമായി പ്രതിപാദിക്കുന്ന വസ്തുതകളോ തത്സമയം പ്രാബല്യത്തിൽ ഉള്ള ഏതെങ്കിലും നിയമത്തിൽ കുറ്റകരമായി പ്രതിപാദിക്കുന്ന കുറ്റകൃത്യങ്ങളോ അതിൽ ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്കാണോ ബെയിലബിൾ എന്ന് പ്രതിപാദിച്ചുള്ള, ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിച്ചിട്ടുള്ള, അത് ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കേണ്ടാത്തതാണെന്ന് പ്രതിപാദിക്കുന്നത് നോൺ ബെയിലബിളുമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യം എന്നാൽ, ബെയിലബിൾ എന്നാൽ എന്ത്? 1-ാം ഷെഡ്യൂളിൽ ജാമ്യം ലഭിക്കാവുന്നതായി പരിഗണിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിലവിൽ ഉള്ള ഏതെങ്കിലും നിയമത്തിൽ ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നതോ ആയ കുറ്റകൃത്യങ്ങളെയാണ് ബെയിലബിൾ ഒഫൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ എന്താണ് നോൺ ബെയിലബിൾ? ഓൾ ദി ഒഫൻസസ് അതർ ദാൻ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ, ബെയിലബിൾ ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒഴികെയുള്ള ബാക്കിയെല്ലാം ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളാണ് എന്ന ഐഡിയ കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തൊരു ഭാഗം 2H ആണ്. 2H. എന്താണ് 2H? കംപ്ലൈന്റിനെ പറ്റി പറയുന്നത്. പരാതി. എന്താണ് പരാതി? ആരാണ് പരാതിക്കാരൻ എന്നൊക്കെ ഓർത്തിരിക്കണം. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഹിത പ്രകാരം നടപടിയെടുക്കാനായി ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ വാമൊഴിയായിട്ടോ രേഖാമൂലമോ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുന്ന ഏതൊരു സംഗതിയും എന്താണ്? കംപ്ലൈന്റ് ആണ്, പരാതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരിക്കുകയും എന്നാൽ അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിയില്ല, പോലീസ് റിപ്പോർട്ടിൽ ആ വ്യക്തി കുറ്റം ചെയ്തതായി പരാമർശിക്കുന്നില്ല എങ്കിലും അതൊരു കംപ്ലൈന്റ് ആയി പരിഗണിക്കപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം, മറക്കരുത്. അപ്പോ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ വാമൊഴിയായിട്ടോ രേഖാമൂലമോ നൽകുന്ന എല്ലാ തരം ആവലാതിയും പിന്നെ എല്ലാ തരമുള്ള എന്താ പറയുക വിശദീകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പരാതികളും എല്ലാം തന്നെ എന്താണ്? കംപ്ലൈന്റ് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുക. അപ്പൊ എന്താണ് കംപ്ലൈന്റ് നോക്കുക. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ നടപടിയെടുക്കാനായി ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായിട്ടോ രേഖാമൂലമോ ഉന്നയിക്കുന്ന ഏതൊരു ആരോപണത്തെയും കംപ്ലൈന്റ് എന്ന് പറയുന്നു ഓർക്കണം. ഇവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ക്ലിയർ ആവുന്നുള്ളൂ പറഞ്ഞത്? ഇനി നിർവചനത്തിൽ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് സമൻസ് കേസ്. എന്താണ് സമൻസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടൊരു കേസാണ് അർത്ഥമാക്കുന്നത്. അതൊരു വാറണ്ട് കേസല്ല. വാറണ്ട് കേസ് അല്ലാത്ത എല്ലാ കേസും എന്ത് കേസാണ്? സമൻസ് കേസാണെന്ന് ഓർക്കണം, അല്ലെ? ഇനി വിക്ടിം എന്നതിന്റെ നിർവചനം, കുറ്റാരോപിതനായ വ്യക്തിയുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ ഉണ്ടായ ഏതെങ്കിലും നഷ്ടമോ പരുക്കോ അനുഭവിച്ച വ്യക്തി എന്നാണ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അത്തരം ഇരയുടെ രക്ഷിതാവോ നിയമപരമായ അവകാശവും എല്ലാം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു കുറ്റാരോപിതൻ, ഒരു അക്യൂസ്ഡ് പേഴ്സന്റെ പ്രവൃത്തി കാരണം ഏതെങ്കിലും നഷ്ടമോ പരുക്കോ ക്ഷതമോ ഒക്കെ ഉണ്ടായ വ്യക്തിയാണ് അത് ശാരീരികമാകാം, മാനസികമാകാം, സാമ്പത്തികമാകാം, ആസ്തിപരാകാം, തന്റെ സൽപ്പേരിനുണ്ടാകുന്നത്, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാകുന്നത് എന്ന് തന്നെ അറിയപ്പെടുക. എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാകണമെന്നില്ല. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ രക്ഷകർത്താക്കളോ നിയമപരമായ ഗാർഡിയൻ അവകാശികളോ എല്ലാം തന്നെ ആരാകാം? ഇരയാകാം. ഇനി അവസാനത്തെ 2Z അവസാനത്തെ നിർവചനം എന്താണ്? വാറണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് സമൻസ് കേസ്, ഇതെന്ത് കേസാണ്? വാറണ്ട്. എന്താണ് വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ വധശിക്ഷ, അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലായുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് വാറണ്ട് കേസുകൾ എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് വാറണ്ട് കേസ്? വധശിക്ഷ, ജീവപര്യന്തം തടവ്, അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസെന്നാണ് വാറണ്ട് കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം, പെട്ടെന്നാവട്ടെ. BNSS സെക്ഷൻ 31 പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? BNSSന്റെ സെക്ഷൻ 31 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏത്? 1. ന്യായമായും ഒരു നിയമപരമായ സഹായം ആവശ്യപ്പെടുന്ന പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കാൻ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. 2. പോലീസ് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു വ്യക്തിയെ പിടികൂടാൻ പൊതുജനങ്ങൾ സഹായിക്കേണ്ടതാണ്. 3.
ക്രമസമാധാന ലംഘനം തടയാനോ സംഘർഷം അടിച്ചമർത്താനോ പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതുണ്ട്. 4, പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലീസ് തടയുമ്പോൾ പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതുണ്ട്. സെക്ഷൻ 31 പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 2, 3 ശരി, ഓപ്ഷൻ ബി 1, 3, 4 ശരി, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. അപ്പൊ ഇവിടെ ഏത് ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, മറക്കരുത്. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി പോലീസ് ആൻഡ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 31. 31ാമത്തെ വകുപ്പിൽ പ്രതിപാദിക്കുന്നത് പ്രത്യേക അവസരങ്ങളിൽ പോലീസിനോ മജിസ്ട്രേറ്റിനോ നിയമപരമായി സഹായം ആവശ്യപ്പെട്ടാൽ സഹായം നൽകാൻ ഓരോ പൗരനും ബാധ്യതയുണ്ടെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അയാളെ കസ്റ്റഡിയിലാക്കാൻ പോലീസിനെ സഹായിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം, രാജ്യദ്രോഹ പ്രവർത്തനം പോലെയുള്ളവ ശ്രദ്ധയിൽപ്പെട്ടാൽ മിണ്ടാതിരിക്കാൻ പാടില്ല. അറിയിക്കാതിരുന്നാൽ കുറ്റമായി മാറും. അത് അറിയിക്കണം. പോലീസിനെ കൃത്യമായി എന്ത് ചെയ്യണം? അറിയിക്കണം. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കണം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും അതാണ്ട് ക്രമസമാധാന ലംഘനം തടയാനോ സംഘർഷം അടിച്ചമർത്താനോ ഒക്കെ ശ്രമിക്കുമ്പോൾ പോലീസിനോട് എന്ത് ചെയ്യണം? സഹകരിക്കുകയും സഹായിക്കുകയും വേണം. പൊതുജനങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും അപ്പൊ ഇതെല്ലാ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ ചോദ്യം BNSS സെക്ഷൻ 31. എന്താ 31 പറഞ്ഞു കഴിഞ്ഞാൽ? എയ്ഡ് ടു ദി പോലീസ് ആൻഡ് മജിസ്ട്രേറ്റ്. പൊതുജനങ്ങൾ പോലീസിനെയും മജിസ്ട്രേറ്റിനെയും സഹായിക്കാൻ ബാധ്യതയുണ്ട് എന്ന് പറയുന്ന 31 ഏതെല്ലാം ഘട്ടത്തിൽ എന്നതായിരുന്നു ഇവിടുത്തെ ചോദ്യം. ഈ 4 പ്രസ്താവനകളും ശരിയാണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? അപ്പോ സെക്ഷൻ 31 BNSSനെ കുറിച്ചാണ് ചോദ്യമാണ്. സെക്ഷൻ 31 പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ്. എപ്പോഴാണ് പബ്ലിക്, പൊതുജനങ്ങൾ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കേണ്ടതെന്നാണ് പറയുക. 31 പ്രകാരം പോലീസിനെ സഹായിക്കേണ്ടത് എപ്പോഴെല്ലാമാണ്? ന്യായമായും സഹായം ആവശ്യപ്പെടുന്ന ഒരു മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ സഹായിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും എന്താണ്? ബാധ്യതയാണ്. ഏതൊക്കെ ഘട്ടങ്ങൾ? ഒന്നാം ഘട്ടം എന്താണ്? മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ പിടികൂടുകയോ രക്ഷപ്പെടുന്നത് തടയുകയോ ചെയ്യുന്നതിൽ. എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനോ പോലീസിനോ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ വരുന്നു, അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്, അയാള് പോലീസിനെ തിരിച്ചാക്രമിക്കുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ പോലീസിനെ സഹായിക്കേണ്ടത് ഓരോ പൊതുജനങ്ങളുടെയും പബ്ലിക്കിന്റെ കടമയാണെന്നാണ് 31A പറയുക. 31B സമാധാന ലംഘനം തടയുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിൽ. സമാധാന ലംഘനം തടയുകയോ ക്രമസമാധാന പ്രശ്നം പിന്നീട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമാധാന പ്രശ്നം അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുമ്പോൾ അവരെ സഹായിക്കേണ്ടത് ആരുടെ കടമയാണ് എന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹായിക്കണം? പിരിഞ്ഞു പോകാൻ ആഹ്വാനം ചെയ്താൽ നമ്മൾ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ പിരിഞ്ഞ് വീട്ടിൽ പോവുക. സംഘം കൂടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടരുത്, പോലീസിനെ അനുസരിക്കണം, അങ്ങനെയും സഹായിക്കണം. ഇനി 31B അതാ പറയും. 31C പറയുന്നു ഏതെങ്കിലും പൊതുസ്വത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുന്നത് തടഞ്ഞാൽ. അല്ലെ? പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെ? അത് തടയാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പൊതുജനങ്ങൾ പോലീസിന് സഹായകരമായി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് സഹായകരമായി വർത്തിക്കേണ്ടതാണെന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതാണ് സെക്ഷൻ 31. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ് എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമ്മൾ 2 കോഴ്സുകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് WCPO CPO പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് 3 ക്രിമിനൽ നിയമങ്ങളും പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്കറിയാം, യൂണിഫോം തസ്തികയിൽ ഒരു ഡ്രൈവർ ആകാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങളുടെ യൂണിഫോം ഏതുമാകട്ടെ, പക്ഷേ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കോംബോ ബാച്ച്, PSC ഡ്രൈവർ കോംബോ ബാച്ച്, താഴെ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം, ഗ്രൂപ്പ് ആക്ടിവിറ്റിയും PDF നോട്ട്സും ലൈവ് മെന്റർഷിപ്പും ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഉള്ള വീക്കിലി എക്സാംസും എല്ലാം ഉള്ള ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ്സിൽ ഇനി നേരിൽ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.